നമസ്കാരം. ഇന്ന് നമ്മൾ സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നോക്കാൻ പോകുന്നത്. 200-നും 500-നും ഇടയ്ക്ക് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന എത്ര സംഖ്യകളുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് കണ്ടുപിടിക്കാനായി നമ്മൾ 200 എടുത്തു. 200-ന് മുകളിൽ 200 കൂടുതൽ ആയിട്ട് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ആദ്യത്തെ സംഖ്യ നമ്മൾ കണ്ടുപിടിക്കും. ആദ്യ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് ഈ 200-നെ 3 കൊണ്ട് ഹരിക്കും. 6 3 18, 20 2 0, 6 3 18 2. 200-നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ശിഷ്ടം 2 കിട്ടി. നമുക്ക് എന്താണ് വേണ്ടത്? 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യയാണ് വേണ്ടത്. അപ്പൊ ശിഷ്ടം 2 വരുന്നത് 200ആണ്. ശിഷ്ടം 2 വരുന്നത്. നമുക്ക് ഇതിന് 1 വരുന്ന കണ്ടുപിടിക്കണം. അപ്പൊ 200-ന്റെ കൂടെ 1 കൂടെ കൂട്ടി 201. അപ്പൊ ഇവിടെ ശിഷ്ടത്തിൽ വരും 3. ശിഷ്ടം 3 വരും ഇല്ല, ഈ 3 അടങ്ങും. 3 അടങ്ങുന്നതിന് ഇവിടെ 67 മാറും. അത് കഴിഞ്ഞ് അടുത്ത സംഖ്യയാണ് ശിഷ്ടം എന്ത് വരും? 1 വരും. ആ സംഖ്യ 202 ആണ്. ആദ്യ സംഖ്യ നമുക്ക് കിട്ടി 202. ഇനി അവസാനത്തെ സംഖ്യ കണ്ടുപിടിക്കണം. അവസാനത്തെ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് 500 അവസാനത്തെ. 500-ന് താഴെയാണ് അവസാന സംഖ്യ വരാനുള്ളത്. 500 നമ്മൾ 3 കൊണ്ട് ഹരിക്കുന്നു. 1 3 3 20, 6 3 18, 20, 6 3 18 2. ഇവിടെ ശിഷ്ടം 2 വന്നു. നമുക്ക് എത്ര പറഞ്ഞ ശിഷ്ടം? 1 വേണം. അപ്പൊ 1 കുറയണം. 500 താഴെ 1 കുറയുമ്പോൾ 499. ഇവിടെ 200-ന് മുകളിലായതുകൊണ്ടാണ് നമ്മൾ കൂട്ടിയത്. ഇവിടെ 500-ന് താഴെയാണ്, അപ്പൊ നമ്മൾ കുറയ്ക്കണം. 202 ആദ്യ പദം, 499 അവസാന പദം. ഇത് നമുക്ക് എണ്ണം കണ്ടുപിടിക്കാൻ അവസാന പദം ആയ 499 മൈനസ് ആദ്യ പദമായ 202 പൊതുവ്യത്യാസമായ 3 അധികം 1. 499 202 എത്ര കിട്ടും? 499 മൈനസ് 202. 9 2 7, 9 2, 297. ഇനി 297 3 കൊണ്ട് ഭാഗിക്കണം. 297 3 കൊണ്ട് ഭാഗിച്ചാൽ 9 3 27, 2 7, 9 3 99 കിട്ടും. അപ്പൊ 99 ഇതിന്റെ ആൻസർ പ്ലസ് 1. 99 ആദ്യം നോക്കുമ്പോൾ 100 ആണ് ഫൈനൽ ആൻസർ. ഓക്കെ.